എന്താ അകത്തൊരു ബഹളം? അത് ടിവിന്നാ ഒരു മിമിക്രി പറഞ്ഞിട്ടുണ്ട്. കക്കുന്നവനെ കണ്ടുപിടിക്കാൻ മുകളിൽ ഒരാളുണ്ട്. മുകളിൽ ഇരിക്കുന്നവനെല്ലാം കേട്ടു. ഞാൻ ഉദ്ദേശിച്ചത് ഈശ്വരനെ. അത് കണ്ടുപിടിക്കാൻ CID-കളെ ബിഗ് ബോസ് നിയമിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ ഞാവ് ഞാവ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. സ്വന്തമായിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളെ പറ്റി ഒരു സോങ് പറയാം. എനിക്കെന്തോ പേടി തോന്നുന്നു ആന്റി. ഞാനൊരു നടി, വീണ്ടും ഒരു നടി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യൂട്ട്നെസ് വാരിയതെറുന്ന നടി. എന്നാൽ പറ്റുന്നില്ല, ബിഗ് ബോസ് പറ്റുന്നില്ല. എവിടെയാണ് നിനക്കെന്താ തലക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ ക്യൂട്ട്നെസ് വാരിയതെറി, പക്ഷേ ക്യാമറയൊന്നും നോക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇളക്കട്ടെ പോയിട്ട് കിച്ചണില്. ഇവനെ വേഗം വല്ല ഭ്രാന്താശുപത്രിയിൽ വായിക്കണം. കിക്കിരിക്കും കിരികിരിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. കിക്കിരിക്കും കിളികിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. സത്യം പറ, ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? കിളികിലിക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. ഞാനൊരു പൂച്ചയല്ല, ഞാനൊരു CID അല്ല. കക്കും ഞാൻ, പക്ഷേ എന്നെ കള്ളി എന്ന് വിളിക്കരുത്. ചൊറിയും ഞാൻ, പക്ഷെ ഞാനൊരു നന്മ മരമാണ്. ഡ്രാമ കളിക്കും ഞാൻ, കരയും ഞാൻ, പക്ഷെ ഞാനൊരു ഡ്രാമ ക്വീനല്ല. എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാരണങ്ങൾ വന്ന് മുമ്പിൽ പെടും. നന്മ മരമാണ് ലാലേട്ട, നന്മ മരമാണ് ബിഗ് ബോസ്. ഞാൻ എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. എന്നെ കള്ളി എന്ന് വിളിച്ച് ക്രൂശിക്കുന്നു ലാലേട്ട. അതവളുടെ കോൺഫിഡൻസ് ലെവൽ തകർക്കാനുള്ള മനഃശാസ്ത്രപരമായ സമീപനമായിരുന്നു. പക്ഷേ ചൊറിയും ഞാൻ, വീണ്ടും വീണ്ടും ചൊറിയും ഞാൻ. തന്നെത്താൻ എൻ്റെ കുഴി ഞാൻ തോണ്ടും ഞാൻ. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. തക്കാളി തക്കാളി വീച്ചി. എന്തോ കുഴപ്പമുണ്ടല്ലോ. തക്കാളി തക്കാളി. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.